1949 ഫെബ്രുവരി. ജോൺ ജോർജ് എന്നൊരാളുണ്ട്. അയാളുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌൺ കാണാൻ വളരെ ഭംഗിയേറിയതാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ആ ഗോഡൌണിൽ ഒരു സംശയം ഉദിച്ചു. അതിനാൽ തന്നെ പോലീസ് റെയ്ഡ് ചെയ്യാൻ വേണ്ടി ആ ഗോഡൌണിലേക്ക് ചെന്നു. ഗോഡൌണിൽ ചെന്ന പോലീസുകാർക്ക് അവിടെ 150 ലിറ്റർ വരെയുള്ള കന്നാസുകൾ കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ സംശയം വളരെയേറെ കൂടി. അതുകൊണ്ട് തന്നെ പോലീസ് ഗോഡൌൺ മുഴുവൻ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരിശോധിച്ച പോലീസുകാർക്ക് ഒരു മനുഷ്യന്റെ കാലും പല്ലും ലഭിച്ചു. ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ 28 പൗണ്ട് മനുഷ്യ ശരീരത്തിന്റെ ഫാറ്റ് ആ ഗോഡൌണിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ചു. അപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത്. ജോൺ ജോർജ് ഒരുപാട് പേരെ കൊല ചെയ്ത് അവരുടെ ശരീരം പുറത്ത് ലഭിക്കാതിരിക്കാൻ വേണ്ടി ആസിഡിൽ മുക്കി ലയിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന്. ഈ വാർത്ത ആ സമയത്ത് ചുറ്റുമുള്ള എല്ലാവരെയും ഞെട്ടിപ്പിച്ചെന്നാണ് പറയപ്പെടുന്നത്. ജോൺ ജോർജ് എന്ന ആസിഡ് കില്ലർ ആരാണ്? എന്തിനു വേണ്ടിയാണ് അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്? അവസാനം ജോൺ ജോർജ് എന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു? സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ജോൺ ജോർജ് 1919 ജൂലൈ 24 ഇയാൾ ജനിച്ചത്. ഇയാളുടെ വീടിന് ചുറ്റും എപ്പോഴും ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബം ഒരു ക്രിസ്തുമത വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ജോണിനോട് എപ്പോഴും അയാളുടെ അച്ഛൻ ഒരു കാര്യം പറയുമായിരുന്നു: നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്ന്. അതിനുശേഷം കുറച്ച് പ്രായമായപ്പോൾ ജോൺ ചെറിയ ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ജോണിന്റെ മനസ്സിലുദിച്ച ഒരു കാര്യമാണ് ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും ദൈവം നമ്മളെ ശിക്ഷിക്കുന്നില്ലല്ലോ എന്ന്. അതിനുശേഷം അയാൾ മറ്റൊരുപാട് വലിയ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി. ജോണിന്റെ അച്ഛൻ അവർ താമസിക്കുന്ന വീടിന് ചുറ്റും എപ്പോഴും ഒരുപാട് വേലികൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. വെളിയിലുള്ളവരെല്ലാം ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ ജോൺ അവരുമായിട്ട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് വീടിന് ചുറ്റും ഇതുപോലെ വേലികൾ കെട്ടിയിട്ടുള്ളത്. ജോൺ എപ്പോഴും വേലിക്ക് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വളരെ വിനോദത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ജോൺ എപ്പോഴും തനിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല പുറത്തുള്ള കുട്ടികളുമായിട്ട് ഒരിക്കലും ജോൺ മിണ്ടിയിട്ടേയില്ല. ചെറുപ്പകാലത്തിൽ ജോൺ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ജോണിന് ക്ലാസിക്കൽ മ്യൂസിക് വളരെയേറെ ഇഷ്ടമാണ്. മാത്രമല്ല പിയാനോ വളരെ മനോഹരമായി വായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോണിന് ഒരുപാട് സ്കോളർഷിപ്പുകൾ ലഭിച്ചു. അതിനുശേഷം ജോൺ തൻ്റെ തുടർന്നുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതിനുശേഷം ഒരു വലിയ മ്യൂസിക് ബാൻഡിൽ സിംഗറായിട്ട് കയറിപ്പറ്റി. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഭാവിയിൽ ഒരു വലിയ സീരിയൽ കില്ലറായിട്ട് മാറിയത്. വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ജോൺ ജോർജ് ഓട്ടോമൊബൈൽസിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പൊതുവായിട്ട് ജോണിന് ചില കാര്യങ്ങൾ ഇഷ്ടമല്ല. ഉദാഹരണത്തിന് കാർ വാഷ് ചെയ്യുമ്പോൾ ഫേസ് മാസ്കും ഗ്ലൗസും ധരിച്ചാണ് ജോൺ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് അഴുക്കും ഗ്രീസും പെട്രോളും ഉള്ളതുകൊണ്ട് തന്നെ ജോണിന് അറ്റ്മോസ്ഫിയർ ഇഷ്ടമല്ലാതായി. അതുകൊണ്ട് തന്നെ ജോൺ ആ ജോലി മതിയാക്കി. അതിനുശേഷം ജോൺ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ജോൺ മോഷ്ടിക്കാൻ തുടങ്ങി. 1934 ജോണിന്റെ വിവാഹം കഴിയുന്നത്. അതിനുശേഷം ജോണിനൊരു കുട്ടിയും ജനിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ജോൺ ആ കമ്പനിയിൽ എന്തോ തെറ്റായിട്ടുള്ള കാര്യം ചെയ്തത് മൂലം ജോണിനെ പിരിച്ചുവിടുകയും ശേഷം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ കാരണം മൂലം ജോണിനെ അദ്ദേഹത്തിന്റെ ഭാര്യ ഡിവോഴ്സ് ചെയ്തു. ശേഷം ജോണിന്റെ കുട്ടിയെ ദത്ത് നൽകുകയും ചെയ്തു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ജോൺ വീണ്ടും എന്തോ തെറ്റ് ചെയ്തത് മൂലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കാര്യം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ജയിലിൽ കഴിയുമ്പോഴാണ് ജോണിന്റെ മനസ്സിൽ ആ കാര്യം തോന്നുന്നത്. ഇങ്ങനെ ചെറിയ തെറ്റുകൾ ചെയ്താൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വലുതായിട്ട് ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ജോണിന് വില്യം മാക്സ്വെൽ എന്ന ഒരു സുഹൃത്തുണ്ട്. ജോൺ അദ്ദേഹത്തിന്റെ അമ്മയോടും അച്ഛനോടും മാക്സ് ആർമിയിൽ ജോലി തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ മാക്സ് തിരിച്ചു വരുന്നിടം വരെ നിങ്ങളുടെ ബിസിനസ് മുഴുവൻ നോക്കി നടത്താൻ എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മാക്സിന്റെ അച്ഛനും അമ്മയും ജോണിന് തങ്ങളുടെ ബിസിനസിന്റെ ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ ജോൺ അവരുടെ ബിസിനസ്സിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങി. എപ്പോഴും കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ പിടിക്കപ്പെടാറുണ്ട്. അതിന് കാരണം എനിക്കെതിരായിട്ടുള്ള തെളിവുകളും സാക്ഷികളുമാണ്. അതുകൊണ്ടാണ് എന്നെ എപ്പോഴും പോലീസ് പിടിക്കുന്നത്. എന്നാൽ എനിക്കെതിരായിട്ട് നിൽക്കുന്ന എല്ലാവരും മരണപ്പെട്ടു പോയാലോ എന്ന് ജോൺ ആലോചിച്ചു. അതുകൊണ്ട് തന്നെ ജോൺ ഒരു കാര്യം തീരുമാനിച്ചു. എല്ലാവരെയും കൊന്നിട്ട് അവരുടെ ശരീരം ആസിഡിൽ ലയിപ്പിച്ച് കളയാം. ഈ ആശയം ജോണിന് ലഭിച്ചത് ഫ്രഞ്ച് സീരിയൽ കില്ലറായ ജോർജ് അലക്സാണ്ടറിൽ നിന്നാണ്. ഈ കാര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജോൺ ഒരുപാട് സൾഫ്യൂറിക് ആസിഡ് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം അതിൽ കുറെ എലികളെ പിടിച്ചിട്ടു. ശേഷം ആ എലികളെല്ലാം ആസിഡിൽ ലയിച്ചു പോവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ആശയം നല്ലതാണെന്ന് ജോണിന് തോന്നി. ഈ ആസിഡിൽ മനുഷ്യരെ ഇട്ടാൽ അവരും ലയിച്ചു പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് രക്ഷപ്പെടാമെന്നുള്ള ഒരു തോന്നൽ ജോണിന്റെ മനസ്സിൽ ഉദിച്ചു. അതിനുശേഷം ജോൺ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്ത് അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം പുറത്തു വിറ്റതിനു ശേഷം അവരുടെ ശരീരം ആസിഡിൽ മുക്കി ലയിപ്പിച്ചു കളഞ്ഞു. ഇയാൾ ആരെയൊക്കെയാണ് കൊന്നത്? മാത്രമല്ല എന്തിനു വേണ്ടിയാണ് കൊന്നത്?
ജോണിന് NPD എന്നൊരു ഡിസോർഡർ ഉണ്ട്. ഇങ്ങനെയുള്ളവർ എപ്പോഴും അവരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. മറ്റുള്ളവരുടെ വേദനകൾ അവർ ചിന്തിക്കാറില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സെൽഫിഷ് സ്വഭാവമാണ്. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ താൻ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ സാധാരണമായിട്ടുള്ള ഒരു ജീവിതമല്ല ജീവിക്കേണ്ടത്, ഒരുപാട് വലിയ രീതിയിലുള്ള ജീവിതം ജീവിക്കണമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും. അങ്ങനെ ജോണിനും താൻ സാധാരണമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ പാടില്ല, ഒരു വലിയ രീതിയിലുള്ള ജീവിതം ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. ജോണിന് പതിയെ പതിയെ മുന്നേറുന്നത് ഇഷ്ടമല്ല. മാത്രമല്ല അതിനു മാത്രമുള്ള ക്ഷമയും അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ ജോൺ വയസ്സായ ഒരുപാട് സ്ത്രീകളുടെ പ്രോപ്പർട്ടീസ് മോഷ്ടിച്ചതിന് ശേഷം അവരെ ആസിഡിൽ മുക്കി കൊന്നുകളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വില്യം മാക്സ്വെൽ എന്നയാളുടെ അമ്മയ്ക്ക് ജോൺ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നുന്നത്. ഈ കാര്യം ജോണിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജോൺ മാക്സ് തങ്ങളുടെ അച്ഛനെയും അമ്മയും രഹസ്യമായി കാണണമെന്ന് പറഞ്ഞ് അവരെ ഗോഡൌണിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഗോഡൌണിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം മാക്സിന്റെ അച്ഛനെയും അമ്മയും ജോൺ തോക്കുപയോഗിച്ച് കൊന്നതിന് ശേഷം ആസിഡിൽ മുക്കി ലയിപ്പിച്ചു കളഞ്ഞു. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ജോൺ മാക്സിനെ ആദ്യം ആസിഡിൽ മുക്കി കൊന്നുകളഞ്ഞതിന് ശേഷമാണ് ജോൺ അവന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ദിവസം ജോണിനെ ഒരു ദമ്പതികൾ പിയാനോ വായിക്കാനായി വീട്ടിലേക്ക് ക്ഷണിച്ചു. ജോൺ അവിടെ പോയി പിയാനോ വായിച്ചു. ശേഷം അവരെ കൊന്നിട്ട് അവരുടെ സിഗ്നേച്ചർ ഉപയോഗിച്ച് അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം കൈക്കലാക്കി. ശേഷം അവരുടെ ശരീരം ആസിഡിൽ മുക്കി ലയിപ്പിച്ചു കളഞ്ഞു. അവസാനമായി ഒരു വയസ്സായ സ്ത്രീ വന്നു. അവർക്ക് ഭർത്താവില്ല. മാത്രമല്ല ആ സ്ത്രീ വലിയൊരു കോടീശ്വരിയായിരുന്നു. അവരോട് ജോൺ, ഞാൻ ഒരു എഞ്ചിനീയർ ആണ്, മാത്രമല്ല എന്റെ ഗോഡൌണിൽ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ ഗോഡൌണിലേക്ക് വരാൻ പറഞ്ഞു. അത് കേട്ട് അവർ ജോണിന്റെ ഗോഡൌണിലേക്ക് ചെന്നു. ഉടൻ തന്നെ ജോൺ അവരെ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊന്നതിന് ശേഷം അവരുടെ ശരീരം ആസിഡിൽ മുക്കി ലയിപ്പിച്ചു കളഞ്ഞു. ശേഷം അവരുടെ സാധനങ്ങളെല്ലാം പുറത്ത് കച്ചവടം നടത്തുന്ന സമയത്താണ് പോലീസിന് ജോണിന്റെ മേലെ ഒരു സംശയം തോന്നുന്നത്. അതുമാത്രമല്ല ജോണിന്റെ ഗോഡൌൺ കാണാൻ വളരെ ഭംഗിയേറിയതുകൊണ്ടാണ് പോലീസുകാർക്ക് ഒരുപാട് സംശയം തോന്നിയത്. അതുകൊണ്ടാണ് തുടക്കം പറഞ്ഞ പോലെ പോലീസുകാർ ജോണിന്റെ ഗോഡൌണിൽ റെയ്ഡിന് പോയത്. അങ്ങനെയാണ് പോലീസുകാർക്ക് ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായത്. മാത്രമല്ല അങ്ങനെയാണ് തുടക്കം പറഞ്ഞ പോലെ മനുഷ്യന്റെ പല്ലും കാലും അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തിലെ ഫാറ്റ് മെൽറ്റായ രീതിയിൽ ഗോഡൌണിൽ നിന്നും പോലീസുകാർ കണ്ടെത്തിയത്. ഇത് ജോൺ അവസാനമായി കൊന്നവരുടെ ശരീരത്തിലെ ഫാറ്റ് ആയിരിക്കണം. കാരണം ആസിഡിൽ ഒരാളുടെ ശരീരം ലയിക്കണമെങ്കിൽ 3 ദിവസം എടുക്കണം. അതിനുശേഷം ജോൺ ആ ശരീരം ഡ്രെയിനേജിൽ ഒഴുക്കി കളയും. ഇതുവരെ ജോൺ 6 പേരെ കൊന്നിട്ടുണ്ട്. എന്നാൽ 9 പേരെ കൊന്നിട്ടുണ്ടെന്ന് മറ്റൊരു കോൺസ്പിറൻസി തിയറി നിലനിൽക്കുന്നുണ്ട്. ജോണിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയപ്പോൾ ജോൺ പറഞ്ഞത്, നിങ്ങൾ എന്ത് കാരണം മൂലമാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? മാത്രമല്ല ഈ കൊലപാതകങ്ങൾ ഞാനാണ് ചെയ്തതെന്നുള്ളതിന് എന്തെങ്കിലും സാക്ഷികൾ ഉണ്ടോ എന്നാണ്. എന്നാൽ ജോൺ പറഞ്ഞ ഒരു കാര്യവും ജഡ്ജി കേട്ടില്ല. 1949 ആഗസ്റ്റ് 10 ജോണിനെ തൂക്കിലേറ്റാൻ ഉത്തരവ് വന്നു. ഇത്രയും പേരെ കൊന്ന് അവരുടെ പ്രോപ്പർട്ടി സമ്പാദിച്ച അയാൾക്ക് തൂക്കിലേറ്റിയപ്പോൾ ഒന്നുമില്ലായിരുന്നു. അവസാനത്തെ ആഗ്രഹമായി ജോണിന് ലഭിച്ചത് ഒരു ഗ്ലാസ് ബ്രാൻഡി മാത്രമായിരുന്നു. ഇതാണ് ആസിഡ് ബാത്ത് അഥവാ ജോൺ ജോർജ് എന്ന സീരിയൽ കില്ലറുടെ കഥ. ഈ കഥയിൽ നിന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നമ്മൾ തെറ്റായ രീതിയിൽ എന്തൊക്കെ നേടിയാലും അവസാനം നമ്മൾ ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ നിന്നും വിട പറയേണ്ടി വരും. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.